കണ്ണൂർ ജില്ലാ പഞ്ചായത്തിനെ സംബന്ധിച്ച് നമ്മുടെ ജില്ലയിൽ ഏറെ ഉത്തരവാദിത്തങ്ങളുള്ള ഒരു ഭരണ സംവിധാനമാണ്. കഴിഞ്ഞ 5 വർഷക്കാലം മികച്ച നിലയിൽ തന്നെ ഭരണസമിതി മുന്നോട്ടേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ തുടർച്ചയായി ഒട്ടേറെ കാര്യങ്ങൾ ഏറ്റെടുക്കാനും പൂർത്തീകരിക്കാനുമുണ്ട്. അതോടൊപ്പം തന്നെ പുതിയ ഒട്ടേറെ കാര്യങ്ങൾ ചെയ്യാനുമുണ്ടെന്നാണ് കാണുന്നത്. ജില്ലയിൽ കാർഷിക മേഖലയിൽ പുതിയ സാങ്കേതികവിദ്യകളും സാധ്യതകളുമെല്ലാം ഉപയോഗപ്പെടുത്തി കൃഷി കൂടുതൽ ആദായകരമാക്കി മാറ്റാനുള്ള പ്രവർത്തനങ്ങൾ ജില്ലാ പഞ്ചായത്ത് ഏറ്റെടുക്കുന്നതാണ്. ആരോഗ്യ വിദ്യാഭ്യാസ മേഖലയിൽ ജില്ലാ പഞ്ചായത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഊന്നലുണ്ടാകുന്ന ഒരു മേഖലയാണ്. പ്രധാനമായിട്ടും നമ്മുടെ കണ്ണൂർ ജില്ലാ ആസ്പത്രി സൂപ്പർ സ്പെഷ്യാലിറ്റി കെട്ടിട സമുച്ചയം ആയിട്ടുണ്ടെങ്കിലും മറ്റതിൻ്റെ സൗകര്യങ്ങളെല്ലാം ഒരുക്കേണ്ടതുണ്ട്. അതുപോലെ കൂടുതൽ രോഗികളെ കിടത്തി ചികിത്സിക്കാനുള്ള സൗകര്യങ്ങളെല്ലാം അവിടെ ക്രമീകരിക്കണം. അതിനാവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്കെല്ലാം നേതൃത്വം കൊടുക്കും. ആയുർവേദാസ്പത്രി, താണയിലുള്ള ആയുർവേദാസ്പത്രി നമ്മുടെ ജില്ലയിലെ ഏറ്റവും മികച്ച ഒരു ആയുർവേദാസ്പത്രിയാണ്. സംസ്ഥാനത്തിന് ശ്രദ്ധിക്കപ്പെടുന്ന ഒരു ആസ്പത്രിയാണ്. അതിൻ്റെ അടിസ്ഥാന സൗകര്യങ്ങൾ ഇനിയും ഏറെ മെച്ചപ്പെടുത്തേണ്ടതുണ്ട്. അപ്പോൾ അതിനെല്ലാം പ്രത്യേക മുൻഗണന നൽകി പ്രവർത്തിക്കും എന്നിവിടെ ഓർമ്മപ്പെടുത്തുകയാണ്. വിദ്യാഭ്യാസ മേഖല ജില്ലാ പഞ്ചായത്ത് ഏറെ നാളായി സവിശേഷമായിട്ട് ഇടപെടൽ നടത്തുന്ന ഒരു മേഖലയാണ്. SLC +2 വിജയ നിലവാരം ഉയർത്താൻ, പഠന നിലവാരം ഉയർത്താൻ, സ്കൂളുകളുടെ ഭൗതിക സാഹചര്യം മെച്ചപ്പെടുത്താനൊക്കെയുള്ള പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതിനെല്ലാം നല്ലൊരു മുൻകൈ പ്രവർത്തനം ഉണ്ടാവും. ഓരോ മേഖലയിലും ആളുകളെ വിളിച്ചു ചേർത്തുകൊണ്ട് അവിടെയെല്ലാം അഭിപ്രായങ്ങൾ കേട്ട് ജില്ലയിൽ സമഗ്രമായിട്ടുള്ള വികസനം ജില്ലാ പഞ്ചായത്തിന് അനുവദനീയമായിട്ടുള്ള മേഖലകളിൽ ചെയ്യാനുള്ള ഒരു മുൻകൈ പ്രവർത്തനം പുതിയ ഭരണസമിതി നേതൃത്വത്തിലുണ്ടാവും. എല്ലാവരെയും കൂട്ടി യോജിപ്പിച്ച്, ഇവിടെ ഭരണപ്രതിപക്ഷ വ്യത്യാസങ്ങളില്ല, എല്ലാവരെയും കൂട്ടി യോജിപ്പിച്ച് മുഴുവൻ മെമ്പർമാരെയും ഒന്നിച്ച് നിർത്തിക്കൊണ്ട് പൊതുസമൂഹത്തിൻ്റെ പിന്തുണയോടുകൂടി ജില്ലാ പഞ്ചായത്തിൻ്റെ ഭരണം മുന്നോട്ടേക്ക് പോകുക എന്നുള്ളതാണ് ലക്ഷ്യം വെക്കുന്നത്. അതിന് എല്ലാവരുടെയും പിന്തുണയും സഹായവും പ്രതീക്ഷിക്കുകയാണ്, ആവശ്യപ്പെടുകയാണ്, കൂടെ ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ തുല്യനിലയിലായ എടക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് ഭരണം LDFന് ലഭിച്ചപ്പോൾ മുണ്ടേരി പഞ്ചായത്ത് ഭരണം UDFന് ലഭിച്ചു. നറുക്കെടുപ്പിലാണ് എടക്കാട് ബ്ലോക്ക് LDFന് ലഭിച്ചത്. LDFന്റെ ഒരു വോട്ട് അസാധുവായതിനെ തുടർന്ന് ഭരണം UDFന് ലഭിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായി ബിനോയ് കുര്യൻ തെരഞ്ഞെടുക്കപ്പെട്ടു. നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എൻ്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടെയും എൻ്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തിയും നിർവഹിക്കുമെന്ന് ദൃഢപ്രതിജ്ഞ ചെയ്യുന്നു. പഞ്ചായത്തിലെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട ബിജു KP എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിൽക്കുമെന്നും ഭയാശങ്ക കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എൻ്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തി നിർവഹിക്കുമെന്ന് ദൃഢപ്രതിജ്ഞ ചെയ്യുന്നു. നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എന്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എന്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തിയും നിർവഹിക്കുമെന്ന് ഈശ്വരനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. അല്ലാഹുവിന്റെ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ അധ്യക്ഷന്മാരെ തെരഞ്ഞെടുത്തു. കൂടുതൽ വിവരങ്ങളുമായി മനോജ് മയിൽ ചേരുന്നുണ്ട്. മനോജ്, മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ്?
പ്രതിഭ ത്രിതല പഞ്ചായത്ത് അധ്യക്ഷന്മാരുടെ തെരഞ്ഞെടുപ്പ് ഇന്ന് രാവിലെ 10:30 നടന്നത്. ഇതിൽ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായി അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ CPM-ലെ ബിനോയ് കുര്യൻ തെരഞ്ഞെടുക്കപ്പെട്ടു. 7-നെതിരെ 18 വോട്ടുകൾ നേടിയാണ് ബിനോയ് കുര്യൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയത്. നേരത്തെ വൈസ് പ്രസിഡന്റ് ആയിരുന്നു അദ്ദേഹം. അതോടൊപ്പം തന്നെ വളരെ ഒരു സിനിമ ത്രില്ലർ എന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു കക്ഷിനില ഉണ്ടായിരുന്നത് എടക്കാട് ബ്ലോക്ക് പഞ്ചായത്തിലും അതോടൊപ്പം തന്നെ മുണ്ടേരി പഞ്ചായത്തിലുമാണ്. ഇവിടെ 2 സ്ഥലങ്ങളിലും നാടകീയമായ സംഭവങ്ങൾ, അതായത് മുണ്ടേരിയിലാണ് നാടകീയമായ ഒരു സംഭവം അരങ്ങേറിയത്. അവിടെ 11 വീതം അംഗങ്ങളാണ് LDF-നും UDF-നും ഉള്ളത്. അവിടെ ഒരു LDF അംഗത്തിന്റെ വോട്ട് അസാധുവായതിനെ തുടർന്ന് മുണ്ടേരി പഞ്ചായത്ത് ഭരണം LDF-ന് നഷ്ടമാവുകയാണ് ഉണ്ടായത്. നറുക്കെടുപ്പ് കൂടിയല്ലാതെ തന്നെ UDF-ന് അവിടെ ഭരണം കിട്ടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. 12-ാം വാർഡിന്റെ മെമ്പറുടെ വോട്ട് അസാധുവാകുന്ന ഒരു സാഹചര്യമാണ് അവിടെ ഉണ്ടായത്. അങ്ങനെ മുസ്ലിം ലീഗിലെ CK റസീന പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടു. അവിടെ CK റസീനയാണ്, മുസ്ലിം ലീഗിനാണ് പ്രസിഡന്റ് സ്ഥാനം. അവിടെ റസീന പഞ്ചായത്ത് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടു. ഒരു 5 പതിറ്റാണ്ടിന് ശേഷം, 50 വർഷത്തിന് ശേഷമാണ് മുണ്ടേരി പഞ്ചായത്ത് ഭരണം UDF-ന് ലഭിക്കുന്നത് എന്നതും ഏറെ പ്രത്യേകതയുള്ളതാണ്. അതോടൊപ്പം തന്നെ CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറി KK രാഗേഷിന്റെ പഞ്ചായത്ത് കൂടിയാണ് മുണ്ടേരി എന്നുള്ളതും ഈ വാർത്തകളിലൊക്കെ തന്നെ നേരത്തെ നിറഞ്ഞു നിന്നതാണ്. അതോടൊപ്പം തന്നെയാണ് മറ്റൊരു ത്രില്ലർ നടന്നത് എടക്കാട് ബ്ലോക്ക് പഞ്ചായത്തിലാണ്. എടക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം LDF-നാണ് ലഭിച്ചത്. അവിടെ 7 വീതം അംഗങ്ങളാണ് LDF-നും UDF-നും ഉള്ളത്. അങ്ങനെ വോട്ടെടുപ്പിലും 2 സ്ഥാനാർത്ഥികൾക്ക്, അതായത് CPM-ലെ KV ബിജുവിനും കോൺഗ്രസിലെ KV ജയരാജനും 7 വീതം വോട്ടുകളാണ് ലഭിച്ചത്. തുടർന്ന് നറുക്കെടുപ്പിലേക്ക് കാര്യങ്ങൾ പോയി. അങ്ങനെ ആ നറുക്കെടുപ്പിൽ ഭാഗ്യം CPM-ലെ KV ബിജുവിനെ തുണച്ചു. അങ്ങനെ എടക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം LDF-ന് തന്നെ ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഈ ബ്ലോക്ക് പഞ്ചായത്തിന്റെ രൂപീകരണം മുതൽ LDF തന്നെയാണ് ഭരണത്തിലുള്ളത്. അവരുടെ ഒരു കോട്ട എന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന സ്ഥലത്താണ് ഇത്തവണ UDF മുന്നേറ്റം നടത്തി അവിടെ തുല്യ നിലയിലേക്ക് ഒരു സീറ്റ് എത്തിയത്. അങ്ങനെ അവിടെ നറുക്കെടുപ്പിലൂടെ KV ബിജു ബ്ലോക്ക് പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ആവുകയും ചെയ്തു. അങ്ങനെ ഒരു 2 വലിയ രീതിയിലുള്ള ത്രില്ലറിൽ ഒന്ന് LDF-നും ഒന്ന് UDF-നും ലഭിച്ചു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. മറ്റ് തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നടപടികളൊക്കെ തന്നെ പൂർത്തിയായിട്ടുണ്ട്. ഉച്ചയ്ക്ക് ശേഷം വൈസ് പ്രസിഡന്റുമാരുടെ തെരഞ്ഞെടുപ്പ് നടക്കും. പ്രതിഭ.